എന്തുകൊണ്ട് കുടുംബം തകർന്നു? ഒന്ന്, ആശയവിനിമയത്തിലെ കുറവ്. കുറെ ആളുകൾക്ക് ജോലി തിരക്കാണ്, കുടുംബത്തോടൊന്ന് ബന്ധപ്പെടാനോ സംസാരിക്കാനോ മോനോട് വർത്താനം പറയാനോ ഒന്നും ഒഴിവില്ല, ഭാര്യനോട് പോലും വേണ്ട വിധം സംസാരിക്കാൻ ഒഴിവില്ല. ബിസിനസിന്റെ ഒക്കെ ചില ആളുകളുണ്ട്, സമ്പാദിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഇനി എങ്ങനെയാണ് വേറൊരു ടൗണിൽ പുതിയൊരു കച്ചവട ശാല കെട്ടിയുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ജോലിക്കാര്, മാനേജർ, പണം, സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ ചിന്തിക്കണം. ഇതിലിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്ത് ഭാര്യ? ആശയവിനിമയത്തിന്റെ കുറവ് കുടുംബത്തെ സമൂലം ബാധിക്കുന്നു. മക്കളോടൊപ്പം ഇരിക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്തിനെ പണം സൂരിക്കൊണ്ടിരിക്കണം? നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ? ഈ ജീവിതത്തെക്കുറിച്ച് യാതൊരുവിധ പ്രതീക്ഷയുമില്ലാതെ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു യന്ത്രമനുഷ്യനായിട്ട് നമുക്ക് മാറാൻ പറ്റുമോ? അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യ കാത്തിരിക്കുന്ന ഭാര്യയുടെ മുമ്പിലേക്ക് മണിയറയിൽ കയറുന്നത് പോലും, ബെഡ്റൂമിൽ കയറുന്നത് പോലും 2-3 ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു ഫോൺ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുക, മറ്റേത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പുതിയ ബിസിനസിന്റെ കാര്യം പാർട്ട്ണർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി ഏൽപ്പിച്ച അഡ്വക്കറ്റാണ് ഇപ്പുറത്തെ കോളിലുള്ളത്. അപ്പോഴേക്ക് വേറെ ആൾ വിളിക്കുന്നു മറ്റേ ഫോണിൽ, ഇന്നത്തെ ആ വിഷയത്തിൽ എത്ര വില എന്ന് ചോദിച്ചിട്ട് 1 മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ലാപ്ടോപ്പ് തുറന്നിട്ട് വില കണ്ടുപിടിക്കുന്നു. ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത് തന്നെ കാത്ത് ഇത്തിരി നേരം സംസാരിക്കാനും ഇത്തിരി നേരം ഒന്ന് മനസ്സറിഞ്ഞ് ജീവിക്കാനൊക്കെ ഇരിക്കുന്ന ഭാര്യയെ സാക്ഷി നിർത്തിയിട്ടാണ്. സ്വാഭാവികമായും വരൾച്ചയുണ്ടാവും. അപ്പൊ ആശയവിനിമയത്തിലെ കുറവാണ് കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതി. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറയുന്ന ഒരു പ്രത്യേകം ക്വാളിറ്റി ടൈം വേണം. എന്താ ഈ ക്വാളിറ്റി ടൈമിന്റെ പ്രത്യേകത? മറ്റ് ശല്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഭാര്യയോടും മക്കളോടൊപ്പം ചെലവഴിക്കാനുള്ള 1 മണിക്കൂർ ജീവിതത്തിൽ വേണമെന്ന്. അവിടെ പിന്നെ ഫോണ് അലോസരപ്പെടുത്തരുത്. അല്ലെങ്കിലും ഈ ഫോണിനോടുള്ള അമിതമായ നമ്മുടെ ബന്ധം ഒഴിവാക്കാൻ ചില പ്രത്യേക സമയങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ഫോൺ തൊടൂലാന്ന് തീരുമാനിക്കണം എന്നാണ് പുതിയൊരു മനഃശാസ്ത്ര രീതിയാണത്. ചില പ്രത്യേക സമയങ്ങൾ തെരഞ്ഞെടുക്കുക. ഉദാഹരണമായിട്ട് രാവിലെ സുബഹി മുതൽ 10 മണി വരെ ഞാൻ ഫോൺ തൊടൂല. മീൻസ് കൊളക്കം വന്നെടുക്കുക എന്നല്ലാതെ ഫോണിന്റെ മറ്റു കളികളുണ്ട്, അതിലേക്ക് നിൽക്കൂല, നെറ്റ് തുറക്കൂല. അപ്പൊ ക്വാളിറ്റി ടൈം ഇത് സത്യത്തിൽ നേരത്തെ പറഞ്ഞതിന്റെ ഒരു അനുബന്ധമാണ്. എന്നാലും ഇത് പ്രത്യേകമായ പോയിന്റായി മനഃശാസ്ത്രജ്ഞർ പഠിപ്പിക്കുന്നു. ആ സമയത്ത് മക്കളോടൊപ്പം ഇരിക്കണം, ജോലി തിരക്ക് മാറണം, ഫോണും ടി വി മാറ്റണം, സംസാരിക്കണം, യാത്ര പോകാനൊക്കെ സമയം കണ്ടെത്തണം, മക്കളിൽ വരുന്ന ചേഞ്ചസ് പഠിക്കണം. ഇത് വാപ്പിയും തമ്മിലൊരു ബന്ധമില്ല, മക്കളും വാപ്പിയും തമ്മിലൊരു ബന്ധമില്ല. ഇങ്ങനെ കൃത്രിമമായ ഒരു കുടുംബം അങ്ങനെ പോകുന്നു. ഓരോരുത്തരുടേതായ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിനിടയിൽ വരുന്ന മാറ്റങ്ങളോ ധാർമ്മികവും അധാർമികവുമായ സ്വാധീനങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോകും. ആദ്യകാലത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെറിയമായ തിരുത്തുകൊണ്ട് തീരാവുന്ന കേസുകളൊക്കെ മക്കളെ സംബന്ധിച്ചിടത്തോളം മാരകമായിട്ട് ആരെങ്കിലും വിളിച്ചു പറയുമ്പോഴേ അറിയുള്ളൂ.